अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। अशहदु अल्ला इलाहा इल्लल्लाह वहदहू ला शरीका लहू व अशहदु अन्ना मुहम्मदन अब्दुहू व रसूलुहू। अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्हम्दुलिल्लाहि रब्बिल आलमीन। अर्रहमानिर रहीम। मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिनस सिरातल मुस्तक़ीम। सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। ഇന്ന് ആദ്യാനിലെ ജൽസ സാലാനിയുടെ അവസാന ദിവസമാണ്, അവസാന സെഷനാണ്. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഒരു രാഷ്ട്രമായ ഗിനി ബസാവിൽ ജൽസ നടന്നുകൊണ്ടിരിക്കുന്നു. അവരും അപേക്ഷിച്ചനുസരിച്ച് ജൽസയെ സംഭവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെയും ഈ സീനുകളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയും ജൽസ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ജൽസയുടെ ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലും പല ജലസകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും ഖാദിയാനിലെ ജലസയോടൊപ്പം തന്നെ ഈ ജലസകളെല്ലാം നടക്കുകയാണ്, സംഭവം ചെയ്യുകയാണ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നാം ബാധിക്കുന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനം മാത്രമാണ്. അതിൻ്റെ യഥാർത്ഥ സന്ദേശത്തെ അത് ഒരു പരിശുദ്ധമായ സംവിധാനത്തെ ലോകത്തുണ്ടാക്കുന്നതിനുള്ള യഥാർത്ഥ അധ്യാപനമാകുന്നു. ഈ അധ്യാപനങ്ങൾ തന്നെയാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ അതിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനും അത് മുഖേന അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നതിനുള്ള പരിശ്രമങ്ങൾ മുഖേനയും യഥാർത്ഥ മുസ്ലിമിനെ പരസ്പരമുള്ള അവകാശങ്ങൾ കൊടുത്തുവിട്ടാനും ഉള്ള നിർദ്ദേശങ്ങളും അത് നൽകുന്നു. അത് തീർച്ചയായും അനുഭവമാണ്. ഈ അവകാശങ്ങൾ നൽകുന്നത് തന്നെയാണ് സമൂഹത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ കഴിയുക? സാധാരണ തലത്തിൽ മുതൽ അന്താരാഷ്ട്രീയ തലം വരെ ഇതിനെപ്പറ്റിയാണ് ചർച്ച നടക്കുന്നത്. ഫിത്രയും ഫസാദും അതുപോലെ തന്നെ യുദ്ധങ്ങളുടെ അവസ്ഥകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രോഗം ലോകത്ത് മുഴുവനെയും ഈ COVID-19 സംബന്ധിച്ചാണ് പറയുന്നത്. അതും മനുഷ്യന്റെ ഹൃദയങ്ങളിലുള്ള വക്രതകൾ ഇല്ലാതാക്കിയില്ല. പരസ്പരമുള്ള മിഥ്യാഭിമാനം ഇല്ലാതാക്കിയില്ല. അള്ളാഹു നൽകുന്ന മുന്നറിയിപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല. ഇതിങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഇത് സമൂഹത്തിന് നഷ്ടങ്ങൾ സംഭവിക്കുക. വളരെ ദുഷ്കരമായിരിക്കും അതിൻ്റെ പരിണിതി. ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ ശാന്തി സമാധാന സന്ദേശത്തെ സംബന്ധിച്ച് ചില ഭാഗങ്ങളാണ് അതിന് ശരിയായ രീതിയിൽ നാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ലോകത്ത് സമാധാനത്തിന്റെ സങ്കേതമായി ലോകം മാറുന്നതാണ്. അതാണ് ലോകത്തിന് സമാധാനത്തുള്ള ജാമ്യം നൽകുന്നത്. ഞാൻ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിവരിക്കാം. ഏറ്റവും ആദ്യം നാം എടുക്കുന്ന വിഷയം
മതപരമായിട്ടുള്ള നല്ല അന്തരീക്ഷം ഉണ്ടാക്കുന്നത് എന്താണ് പറയുന്നത്? ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്? മതത്തിൽ നിന്ന് ലോകം വിദൂരമായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഒരു വിഭാഗം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം മതത്തിന്റെ പേരിൽ തന്നെ അവർ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നു. തങ്ങളുടെ മതമാണ് വലുതെന്ന് സ്ഥാപിക്കാൻ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നു. അതാണ് ശരിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ മതത്തിന്റെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ഇസ്ലാം മറ്റുള്ളവരെ സംബന്ധിച്ച് ഒന്നും ആക്ഷേപിക്കുന്നില്ല. ഇസ്ലാം അതിനെ പരിപൂർണമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പരസ്പരം മതങ്ങളെ ആക്ഷേപിക്കരുതെന്ന് പറയുന്നു. ഏതെങ്കിലും മതത്തിന്റെ മതസ്ഥാപകനെ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇകഴ്ത്തരുതെന്ന് പറയുന്നു. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് പറയുന്നു. ഇസ്ലാം തീർച്ചയായും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അവസാന മതമാണെന്ന് വാദമുന്നയിക്കുന്നു. എല്ലാ തരത്തിലുള്ള അധ്യാപനങ്ങളെയും അത് വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരിക്കലും തന്നെ മറ്റ് മതങ്ങളുടെ സ്ഥാപകന്മാർ തെറ്റാണ്, കളവാണെന്ന് പറയുന്നില്ല. ഇസ്ലാം എല്ലാ സമൂഹത്തിലും അള്ളാഹുവിൽ നിന്ന് സന്ദേശവാഹകർ വന്നിട്ടുണ്ട്, നബിമാർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇന്ന അർസൽനാക ബിൽ ഹഖി ബശീറൻ വ നസീറ വയും മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നസീർ. തീർച്ചയായും നാം എല്ലാ സമൂഹത്തിലേക്കും ബഷീറും നസീറും സുവാർത്തകനും താക്കീതുകാരൻ അയച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാ സമൂഹത്തിലും ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു വ്യത്യാസം കൂടിയാണെന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ അധ്യാപനത്തിലും മറ്റ് മതങ്ങളുടെ അധ്യാപനങ്ങളിലുമുള്ളത്. അവർ കേവലം തങ്ങളുടെ അധ്യാപനങ്ങൾ മാത്രം സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന അധ്യാപനം, മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തം, അവരംഗീകരിക്കേണ്ടത് എല്ലാ സമൂഹത്തിലും നബി വന്നിട്ടുണ്ട് എന്നാണ്. എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ നബി കള്ളപ്രവാചകനാണ് നമുക്ക് മറ്റൊരാളെ പറ്റി പറയാൻ കഴിയുക? മറ്റ് മതങ്ങൾ തെറ്റായ ആരോപണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉന്നയിക്കുന്നു. അവർ ഉന്നയിക്കാറുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ മൂസാ നബിയെ, ഈസാ നബിയെ, ഹിന്ദുക്കളുടെ അവതാരങ്ങളെ ആദരവോടുകൂടി നേക്കുവാക്കാൻ നിർബന്ധിതരാണ്. നാം ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ നല്ലതായ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പറയുന്നു, എന്റെ വിശ്വാസം എന്നത് ഇസ്ലാമിനെതിരെ ഇസ്ലാമല്ലാത്ത മറ്റെല്ലാ മതങ്ങളും തെറ്റാണെന്നല്ല. ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹു, എല്ലാ നാട്ടിന്റെയും നാഥനായ അള്ളാഹു എല്ലാവരെയും വീക്ഷിക്കുന്നു. ഭൗതികമായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചതുപോലെ തന്നെ അവൻ ആത്മീയമായ കാര്യങ്ങളും പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ലോകത്തിന്റെ ആരംഭം മുതൽ ഒരു സമൂഹത്തെ മാത്രമായി അവൻ തിരഞ്ഞെടുത്തില്ല, മറ്റുള്ളവരാരും പരിഗണിച്ചില്ല എന്നുള്ളതുമല്ല. അതെ, സത്യം എന്തെന്നാൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഏതെങ്കിലും സമൂഹത്തെ തിരഞ്ഞെടുക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും സമൂഹത്തെ തിരഞ്ഞെടുക്കുന്നു. ഞാൻ ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഇത് പറയുന്നത്. അള്ളാഹു എനിക്ക് വെളിപ്പെടുത്തിയ സംഗതിയാണിത്. നിങ്ങൾ രാമചന്ദ്രനെയും കൃഷ്ണനെയും അള്ളാഹുവിന്റെ സത്യസന്ധരായ ആളുകളായി മനസ്സിലാക്കണം. ഞാൻ അവരെ നിന്ദിക്കുന്നവരെ ഞാൻ അവരിൽ നിന്ന് തികച്ചും വിമുക്തനാകുന്നു, ഞാൻ വിമുഖനാകുന്നു അവരിൽ നിന്ന്. അവർ അതിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ്.
അവരുടെ ശരിയായ ചരിത്രം നമുക്ക് മനസ്സിലാക്കി കിട്ടിയെടുത്തോളം അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. അവർ ആ മാർഗം സ്വീകരിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ശരിയായ മാർഗങ്ങളാണ് അവർ അവലംബിച്ചത്. അവർ തെറ്റായവരാണെന്ന് പറയുന്നവർ അവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് തികച്ചും തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത്. ഖുർആൻ പറയുന്നു ഇല്ലാ ഖലാഫിഹ നസീർ, അതായത് ഒരു താക്കീതുകാരൻ വരാത്തൊരു സമൂഹം കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനവും സത്യസന്ധതയിലാണുള്ളത്. ഒരുപാട് തരത്തിലുള്ള പ്രക്ഷിപ്തങ്ങൾ പിന്നീട് കയറിയിട്ടുണ്ടാകാം. ഏത് യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർ വിമുഖനായിട്ടുമുണ്ടാകാം. വീണ്ടും പറയുന്നു അള്ളാഹു എല്ലാ നാട്ടിലെയും നാട്ടുകാരെയും അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് തർബീയത്ത് ചെയ്തതുപോലെ തന്നെ എല്ലാ നാട്ടുകളുടെയും എല്ലാ സമൂഹങ്ങളുടെയും ആത്മീയമായ ശിക്ഷണത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഭാഗത്ത് അല്ലാഹു പറയുന്നു വയും മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹ നദീർ, ഒരു സമൂഹവും തന്നെ ഒരു താക്കീതുകാരൻ റസൂൽ വരാതെ കഴിഞ്ഞു നടന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം എല്ലാ സമൂഹത്തിനുമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം ഏതൊരു സമൂഹത്തിനും ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നതിനും പരാതി ഉന്നയിക്കുന്നതിനും അള്ളാഹു ഇന്ന സമൂഹത്തെ മാത്രം സംരക്ഷിച്ചു, ഞങ്ങളോട് കരുണ കാണിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. ഇന്നവർക്ക് ഗ്രന്ഥം കിട്ടി, ഞങ്ങൾക്ക് ഗ്രന്ഥം കിട്ടിയില്ല എന്ന് ആർക്കും പറയാനുള്ള അവസരം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ വഹിയും സന്ദേശങ്ങളും വന്നിരുന്നു, ഞങ്ങളുടെ കാലം അതിൽ നിന്ന് ഇല്ലാതായി എന്ന് പറയാൻ ആർക്കും അവസരം കൊടുത്തില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം എല്ലാ ആരോപണങ്ങളെയും ഇല്ലാതാക്കി വളരെ ഉന്നതമായ ധാർമ്മികമായ കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തെയും അതിൽ നിന്ന് വിഭിന്നമാക്കിയില്ല. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള സംഗതികൾ. ഈ സംഗതികളിലൂടെയാണ് സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇസ്ലാം മത സ്ഥാപകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ സമാധാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിന് ഒരു ഉപകാരപ്പെടുമായിരിക്കാം, പക്ഷേ അത് സമാധാനം ഉണ്ടാക്കുന്നതിന് ഒരിക്കലും തന്നെ ഉപകാരപ്പെടുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ അധ്യാപനം എന്നത് എല്ലാ മതങ്ങളെയും ആദരിക്കുക, അംഗീകരിക്കുക എന്നാണ്. എല്ലാ മതത്തിന്റെയും സ്ഥാപകരെ ആദരിക്കുക എന്നതാണ്. പിന്നീട് മറ്റൊരു തെറ്റായ ചിന്താഗതി, ഇസ്ലാമിന്റെ അധ്യാപനം ചരിത്രം അറിയാത്തതുകൊണ്ട് വെച്ചു പുലർത്തുന്ന തെറ്റായ വിശ്വാസം ഇസ്ലാം വളരെ തീവ്രവാദമാണെന്നാണ്. വളരെ നിർബന്ധപൂർവ്വം ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ആരോപണം അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. വിശുദ്ധ ഖുർആൻ നാം നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ബലാത്കാരത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നു വലൗ ഷാ റബ്ബുക ആമന ഫിൽ അർദി ലഹു ജമിയ അഫാൻത തഖിയുന്നാസ അഫാൻത തുക്രിഹുന്നാസ ലവക്കുനു മുഅ്മിനീൻ, നിന്റെ റബ്ബ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് നിനക്ക് അവരെ നിർബന്ധിക്കാൻ കഴിയുമോ? അവർ വിശ്വസിക്കുന്നവരല്ല. ഇതുകൊണ്ട് ചുരുക്കത്തിൽ ലോകത്തിന് നിർബന്ധപൂർവം അംഗീകരിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ പറയുമായിരുന്നില്ല. നീ ഇസ്ലാമിൽ വരുന്നതിന് വേണ്ടി സന്ദേശം എത്തിക്കുക എന്ന്. അള്ളാഹു പറയുന്നു എനിക്ക് കഴിവുണ്ട്, ഞാൻ എല്ലാവർക്കും മുസ്ലിമാനാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നവർക്കും അതിനുള്ള അവകാശമില്ല. ആരെയും നിർബന്ധപൂർവ്വം മുസ്ലിമാക്കാൻ അവകാശമില്ല. തബ്ലീഗിനുള്ള
കൽപ്പനയുണ്ട്, ഇസ്ലാമിക സന്ദേശം എത്തിക്കാനുള്ള കൽപ്പനയുണ്ട്, വഴികൾ കാണിച്ചു കൊടുക്കുന്നതിനുള്ള കൽപ്പനയുണ്ട്. വഴി കാണിച്ചതിന് ശേഷം അല്ലാഹു പറയുന്നു, വഖുലിൽ ഹഖു മിർ റബ്ബിക വമൻ ഷാ ഫൽയുമിൻ ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫർ. നീ പറയുക, സത്യം റബ്ബിൽ നിന്നുള്ളതാണ്, ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാവുന്നതാണ്, ആർക്ക് വേണമെങ്കിലും നിഷേധിക്കാവുന്നതുമാണ്. ചുരുക്കത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത്, ഈ സന്ദേശം സത്യമാകുന്നു, നിങ്ങളുടെ പ്രയോജനത്തുള്ളതാണ്. അംഗീകരിക്കുകയാണെങ്കിൽ നല്ലത്, അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പരിണിതി ഫലം നിങ്ങൾക്ക് മേലാണ്. അള്ളാഹു അടുത്ത ലോകത്ത് നിങ്ങളോട് അതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്യുന്നതാണ്. ഈ ലോകത്തുള്ള കണക്ക് തീരുന്നു. മതങ്ങളെ അംഗീകരിക്കാത്തത് കൊണ്ട് ആരെയും നിർബന്ധപൂർവം വിശ്വസിപ്പിക്കാൻ അവകാശം നൽകുന്നില്ല. ഇസ്ലാം ലോകത്ത് മതകാരണം കൊണ്ട് ആരെയും ശിക്ഷിക്കുന്നില്ല. മുസ്ലിങ്ങളുടെ ചില പണ്ഡിതന്മാർ തെറ്റായ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിനെ ദുഷ്പേരുണ്ടാക്കിയിരിക്കുന്നു. ഇസ്ലാമിന് ചരിത്രം നോക്കുക, വിശുദ്ധ ഖുർആൻ നോക്കുക, മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമിന് സന്ദേശം സ്വീകരിക്കാൻ ജനങ്ങൾ നിഷേധം കാണിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നാണ് പറഞ്ഞത്, ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നാണ് അവർ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഖാലു ഇന്നത്തബിൽ ഹുദാ മാക നതഖത്തഫ് മിൻ അർദിന അവലം നുമക്കിൻ ലഹു ആമിനൻ ഇലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ റിസ്ഖഹു മിൻ ലദുന്ന വലാകിൻ അക്സറ ലാ യഅലമൂൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ സന്ദേശത്തെ അംഗീകരിക്കാൻ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ്. നാം അവർക്ക് ഹറമിൽ സമാധാനം നൽകിയിട്ടില്ലേ, നാം അവർക്ക് സമാധാനം നൽകിയിട്ടില്ലേ, എല്ലാ തരത്തിലുള്ള ഫലങ്ങളും അവിടേക്ക് എത്തിക്കപ്പെടുന്നു, ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് റിസ്ക്കാകുന്നു. എന്നാൽ അവരിൽ അധികം ആളുകളും കാര്യം മനസ്സിലാക്കുന്നില്ല. ചുരുക്കത്തിൽ അമുസ്ലിങ്ങളുടെ ഭയങ്കര ആരും ഇസ്ലാമിലേക്ക് വരുന്നില്ല. ഇസ്ലാമിന് എതിരായിട്ടുള്ള കാരണങ്ങളുമല്ല. നിന്നെ അംഗീകരിക്കുകയാണെങ്കിൽ ഈ ലോകം ഞങ്ങൾ ഇല്ലാതാക്കുന്നതാണ്, അവരെ അടിമകളാക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, ഇവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ അവർ കാണാം, അള്ളാഹു തീർച്ചയായും അത് സംരക്ഷിച്ചു എന്ന് കാണാൻ കഴിയുന്നതാണ്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അവിടെ ഒരുമിച്ച് കൂടുന്നു. എന്നാൽ അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവർ ഈ ലോകത്തെയാണ് ഭയപ്പെടുന്നത്. ഇസ്ലാമിൽ സ്വീകരിക്കുന്നതിൽ അവർ നഷ്ടപ്പെട്ടവരാകുകയും ചെയ്യുന്നു. ഇവിടെ ഭയം അവർ സമാധാനമില്ലാതാകുന്നതിനുള്ള അവരുടെ ഭയപ്പാട്, ആശങ്ക അവർക്കുണ്ടാകുന്നത് ഇസ്ലാമിൽ നിന്നല്ല അവർ പ്രയാസം അനുഭവിക്കുന്നത്, മറിച്ച് ഭൗതിക രാജാക്കന്മാരെയാണ് ഭയപ്പെടുന്നത്. കഷ്ടമെന്ന് പറയട്ടെ, ഇന്നത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല. ഇസ്ലാമിന്റെ അധ്യാപനം സംബന്ധിച്ചും അവർ തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നൗസുബില്ല, ഇസ്ലാം തീവ്രവാദമാണ്, അതുപോലെ തന്നെ ഷർറ് പരത്തുന്നവരാണെന്ന് പറയുന്നു. ഇന്ന് മുസ്ലിങ്ങളുടെ കർമ്മങ്ങൾ ഈ അധ്യാപനങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ലോകത്ത് ഇസ്ലാമിലേക്ക് തീർച്ചയായും ലോകം അതിലേക്ക് ശ്രദ്ധിക്കുന്നതാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഭൗതികരായ ദൈവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ സമാധാനം ഉണ്ടാകുമ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ അവരുടെ ആഭിജാത്യവും വർദ്ധിക്കുന്നതാണ്. ഇത് സംഭവിക്കേണ്ടത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യഥാർത്ഥ ഭക്തദാസനെ കാലഘട്ടത്തിന്റെ ഇമാമിനെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. അദ്ദേഹം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു അദ്ദേഹത്തെ അയച്ചത്. അള്ളാഹു സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുന്നു, ഈ സന്ദേശം എല്ലാവർക്കും അത് ബാധകമാണ്.
തങ്ങളുടെ സമൂഹത്തെയും സമൂഹത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുതൽ ശത്രുക്കളുടെ വലിയ വലിയ പദ്ധതികളെയും അതുപോലെ എല്ലാ ശത്രുക്കൾക്കും അതിനെ അതിജീവിച്ച് നിൽക്കുന്നതാണത്. ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ശിക്ഷിക്കാവുന്നതാണ്. ഇത് രണ്ട് സന്ദർഭങ്ങളിലായിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ സാലിമൂൻ. തിന്മയ്ക്കുള്ള അതിനുള്ള പ്രതികാരം തത്തുല്യമായ രീതിയിൽ അതിന് ശിക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ഇസ്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ അത് പുറത്തു കൊടുക്കാവുന്നതാണ്. തീർച്ചയായും അല്ലാഹു ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് വ്യക്തമാകുന്നത്, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശത്രുതകളെ നിങ്ങൾ ഒരിക്കലും തന്നെ വർദ്ധിപ്പിക്കരുത്. ഇവിടെ ഫിത്രയാകുന്നതിനുള്ള അവസരത്തിലേക്ക് അതിനെ കൊണ്ടുപോകരുത്. ആരെങ്കിലും തിന്മ ചെയ്യുന്നുവെങ്കിൽ ആ തിന്മയ്ക്ക് തത്തുല്യമായ രീതിയിൽ അയാളോട് പ്രതികരിക്കുക. എന്നാൽ ഓർക്കുക, ആ പ്രതികാരം ചെയ്യുമ്പോഴും അത് വൈരാഗ്യമുണ്ടാകുന്നതിന്, അതുപോലെ തന്നെ ശത്രുതയെ തുടർന്നു കൊണ്ടുപോകുന്നതിനുമല്ല. അതൊരിക്കലും പ്രതികാര ബുദ്ധിയോടെ ആകരുത്. അതിൻ്റെ സന്ദേശം നന്മ എന്നത് മാത്രമായിരിക്കണം. ഇതെപ്പോഴും നിങ്ങൾ മുന്നിൽ വെക്കേണ്ടതാണ്. ഇസ്ലാം എങ്ങനെയാണ് ഉണ്ടാവുക? നന്മ എങ്ങനെയാണ് ഉണ്ടാവുക? ശിക്ഷ കൊടുക്കുന്നത് കൊണ്ടാണോ, അതോ മാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണോ? അള്ളാഹു പറയുന്നു, മാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ് നന്മ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കുക. ആ മാപ്പ് കൊടുക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഈ ആയത്തിൽ അള്ളാഹു ശത്രുക്കളോടും രണ്ട് രീതിയിൽ പെരുമാറാനാണ് പറയുന്നത്. ശിക്ഷയും കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യാം. പക്ഷെ അതോടൊപ്പം തന്നെ വിശദീകരിച്ചു, പക്ഷെ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നന്മയായിരിക്കണം. ഈ സമൂഹത്തിൽ നാം വസിക്കുന്ന വർഷങ്ങളായിക്കൊണ്ട് വൈരാഗ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെന്ന് വീക്ഷിച്ച് നോക്കുക. ഈ സന്ദേശത്തെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അത് അവർക്കുള്ളിൽ വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ കാല സമൂഹങ്ങളിൽ അവരുടെ രീതികൾ നമുക്ക് ചില സമൂഹങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ശത്രുതകൾ അതൊരിക്കലും അവസാനിക്കാതെ തുടർന്നു കൊണ്ടുപോകുന്നു. മുസ്ലിങ്ങൾക്കെതിരിൽ വെറുപ്പ് അതിൻ്റെ ഏറ്റവും പാരമ്പര്യയിലാണുള്ളത്. അത് സമൂഹത്തിൽ കാണുന്നു. ചില വികസിത രാഷ്ട്രങ്ങളിൽ അവിടെയുള്ള ആളുകൾ, താമസിക്കുന്ന ആളുകൾ, അവർ രാഷ്ട്രീയക്കാർക്കിടയിലും ഈ തരത്തിലുള്ള വൈരാഗ്യം അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ അള്ളാഹു പറയുന്നു, സമാധാനമാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാണ് ഞങ്ങളുടെ അധ്യാപനം. ഈ അധ്യാപനത്തെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ, ഇതാണ് യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരുന്നതിനുള്ള മാർഗം. ലോകം ഈ സന്ദേശത്തെ മനസ്സിലാക്കണം. ലോകത്ത് സമാധാനം അപ്പോൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ അനാവശ്യമായിട്ടുള്ള വൈരാഗ്യം ആർക്കും തന്നെ ഈ അധ്യാപനം അത് പരിപൂർണമായും ശത്രുത ഇല്ലാതാക്കുന്നതാണ്. പിന്നെ സമാധാനം ഉണ്ടാക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സംഗതി പറഞ്ഞു തന്നത്, ലാലിമാണെങ്കിലും മദ്ലൂമാണെങ്കിലും, അതായത് മർദ്ദിക്കപ്പെടുന്നവരോടുള്ള നമ്മുടെ എങ്ങനെയാണ് അവരോട് സഹതാപം കാണിക്കാൻ നമുക്കറിയാം. പക്ഷേ മർദ്ദിക്കുന്നവരെ എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്? അതുകൊണ്ട് വികസിത രാഷ്ട്രങ്ങളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഭാഗമാകട്ടെ, അതല്ലെങ്കിൽ വിവിധ ഗോത്ര സമൂഹങ്ങൾ ഏത് തരത്തിലാണെങ്കിലും, ഇവിടെ അന്താരാഷ്ട്ര തലത്തിൽ പോലും അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ കുറവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരസ്പരം കക്ഷികൾ അവർ ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവർ ഒരു ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു.
UN ഉണ്ടാക്കിയിരിക്കുന്ന അതിന് സംശയിക്കുക, അതും ഒരു ഭാഗത്തേക്ക് മാത്രം സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വളരെയധികം അനാവശ്യമായ രീതിയിൽ അവർ സഹതാപം കാണിക്കുന്നു. അതല്ലെങ്കിൽ ലാലിമ്യങ്ങളെ ഒരുപാട് അവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സമാധാനമുണ്ടാകാൻ, നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാകുന്നതിന് അതിന് സന്തുലിതാവസ്ഥ പാലിക്കേണ്ടിയിരിക്കുന്നു. അത് നാം സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങളും കേൾക്കുകയും അതിനുശേഷം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയുമാണ്. മറ്റൊരു കാര്യത്തെ ഇസ്ലാം വളരെ ശക്തമായി എതിർക്കുന്നത് ഊഹാപോഹങ്ങളെയാണ്. അത് ഊഹാപോഹം എന്ന് പറയുമ്പോൾ അത് മുഖേന മനുഷ്യൻ തങ്ങളുടെ സ്വന്തം ഹൃദയത്തെയും മറ്റുള്ളവരെയും വൈരാഗ്യം നിറയ്ക്കുന്നു, സമൂഹത്തിലുള്ള സമാധാനമില്ലാതാക്കുന്നു. അള്ളാഹു പറയുന്നു അത് തിന്മയാകുന്നു. വിശുദ്ധൂരല്ല അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദ ദന്നി ഇസ്മ ഇന്ന ബഅദ ദന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദ അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹമ അഖീഹി ബൈതൻ വകരിഹ്തുമുഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. വിശ്വാസികളെ, നിങ്ങൾ ഊഹാപോഹങ്ങളെ വർജിക്കുക. തീർച്ചയായും ചില ഊഹങ്ങൾ തിന്മയാകുന്നു. നിങ്ങൾ ചികഞ്ഞന്വേഷിക്കരുത്. പരസ്പരം നിങ്ങൾ പരദൂഷണം പറയരുത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ മൃതദേഹം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ വെറുക്കുന്നു. തീർച്ചയായും അള്ളാഹു ഒരുപാട് തൗബ സ്വീകരിക്കുന്നതിനും കൂടെ കൂടെ കരുണയുന്നതിനുമാകുന്നു. ചുരുക്കത്തിൽ വളരെ വ്യക്തമായും പറയുന്നു, ഊഹഭോഗങ്ങൾ തിന്മയിലേക്ക് നയിക്കുന്നു. വീണ്ടും പറയുന്നു, നിങ്ങൾ ഒരിക്കലും ചികഞ്ഞ് അന്വേഷിക്കരുത്. തജസ്സുസ്, അതായത് നിങ്ങൾ ചികഞ്ഞ് അന്വേഷിക്കരുത്. മറ്റുള്ളവരുടെ കുറവുകൾ നിങ്ങൾ അന്വേഷിച്ചു പോകരുത്, ന്യൂനതകൾ അന്വേഷിക്കരുത്. എപ്പോഴും ഊഹാഭോഗങ്ങൾ കാരണമാണ് ആ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. ഊഹാഭോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെ സംബന്ധിച്ചാണ് ഊഹാഭോഗം, അതുപോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നവരുടെ തികഞ്ഞന്വേഷിക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹുവിൻ്റെ അധ്യാപനത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ, അവർ ഏത് സമയത്തും നല്ല കാര്യങ്ങളെ, നല്ല രീതിയിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ തിന്മകളെയും ന്യൂനതകളെയും അന്വേഷിക്കുന്നതല്ല. സഹാബാക്കൾ എത്രമാത്രം അവർ അന്യരെ വിശ്വസിച്ചിരുന്നു എന്നാൽ അവർ ആ കാര്യത്തിൽ അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള സതുദ്ദേശപരമായ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു സന്ദർഭം കാണാൻ കഴിയുന്ന ഒരു സഹാബിയുടെ കാര്യം, അതിൽ ഒരു സതുദ്ദേശം എന്ന് മാത്രമല്ല, അതിൽ അവരുടെ വിശ്വാസതയുടെ കാര്യം നമുക്ക് ഉന്നതമായ നിലവാരം കാണാൻ കഴിയുന്നു. എങ്ങനെയാണ് ശത്രുത നന്മയിലേക്ക്, സുഹൃത്തിലേക്കും അതുപോലെ തന്നെ സഹോദരത്തിലേക്ക് മാറിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ആ സംഭവം എങ്ങനെയാണ്? ഹദ്റത്ത് ഉമറിന്റെ കാലഘട്ടത്തിൽ ഒരാൾക്കുമേൽ അയാൾക്ക് വധിക്കുന്നതിനുള്ള ഒരു ശിക്ഷയുണ്ടായി. വധിച്ചവനെ കൊല്ലുന്നതിനും ആണ് തീരുമാനമായത്. അയാൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് യതീമുകളുടെ അമാനത്തുകളുണ്ട്, അത് യതീമുകൾക്ക് കൊടുത്താൽ ഞാൻ ആ അമാനത്തുകൾ ഞാൻ കൊടുത്തു വിട്ടിട്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം സമയം വേണം, ഞാൻ ഇത്ര ദിവസത്തിന് ശേഷം വരുന്നതാണ്. അയാൾക്ക് അതിനുള്ള ജാമ്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരു സഹാബി എഴുന്നേറ്റ് നിന്നു, അബൂസർ ഇതിലേക്ക് വലിച്ചു കൊണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇയാളാണ് എൻ്റെ ജാമ്യം നൽകുന്നത്. അബൂസറിനോട് ചോദിച്ചു, നിങ്ങൾ ജാമ്യം നൽകാൻ തയ്യാറാണ്? അദ്ദേഹം പറഞ്ഞു, അതെ. ആ ജാമ്യത്തിൽ അയാളെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു. അങ്ങനെ നിശ്ചിത ദിവസം വന്നപ്പോൾ അയാൾ വരേണ്ട ദിവസം സഹാബാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു, അയാൾ വന്നില്ല. ചിലർ അബൂസറിനോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ അയാൾ ആരാണെന്ന്? നിങ്ങൾ ഈ ജാമ്യം കൊടുത്തത്? എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല. സഹാബാക്കൾ പറഞ്ഞു, വളരെ കൗതുകരമായ സംഗതിയാണല്ലോ.
അയാൾ ഒരാളെ കൊന്നതാണ്. അയാൾ നിങ്ങളൊന്നും അറിയാതെ നിങ്ങൾ എന്തിനാണ് ജാമ്യം കൊടുത്തത്? ഇത് നിങ്ങൾ എന്താണ് ചെയ്തത്? അയാൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുക. അയാൾ പറഞ്ഞു, തീർച്ചയായും എനിക്ക് അയാളെ അറിയില്ല. പക്ഷെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം എൻ്റെ പേരിൽ ജാമ്യം ആവശ്യപ്പെട്ടപ്പോൾ എനിക്കെങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? എനിക്കെങ്ങനെയാണ് അയാളെ പറ്റി തെറ്റായ ധാരണ വെച്ച് പുലർത്താൻ കഴിയുക? ഇതാണ് ഉന്നതമായ നിലവാരം. സത്യത്തെ നല്ല രീതിയിൽ ഒരാളെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത്. അയാൾ അറിയുന്ന പോലുമില്ല. അയാൾക്കുള്ള ജാമ്യം കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കത്തിൽ ആ സമയം അവസാനിക്കേണ്ട സമയമായിരുന്നു. അയാൾ ദൂരത്തുനിന്ന് അവിടെ മണ്ണ് പാറുന്നതായിക്കൊണ്ടു ഒരാൾ ദൂരത്തുനിന്ന് സവാരിയും ചെയ്തു കൊണ്ടുവന്നിരിക്കും. എല്ലാവരും അവിടേക്ക് നോക്കി. അയാൾ അടുത്ത് വന്നു, കണ്ടത് ആ ആളെ തന്നെയാണ്. ആർക്ക് വേണ്ടിയാണ് ആ ജാമ്യം കൊടുത്തത്? അവന്ന് പറഞ്ഞു എന്നോട് മാപ്പാക്കണം, എനിക്ക് കൊടുത്തു തീർക്കാൻ സമയം പിടിച്ചു, അതുകൊണ്ട് എനിക്കൊരു സമയം പിടിച്ചു. ഏതായാലും അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ച് അയാൾ സമയത്തിനെത്തി. ഞാൻ തയ്യാറാണ്, എന്താണോ എനിക്ക് പേരുള്ള ശിക്ഷ തന്നാലും. ആർക്ക് മേലാണ് ഇയാൾ ആ തിന്മ ചെയ്തത്, ആ കുറ്റം ചെയ്തത്? ആള് പറഞ്ഞു, ഞാൻ അയാൾക്ക് മാപ്പ് കൊടുക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ, അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നുവെങ്കിൽ പോലും അവർ അള്ളാഹുവിന് വേണ്ടി അതിനെ സതുദ്ദേശപരമായിട്ടാണ് അവർ കാര്യങ്ങളെ കണ്ടത്. സത്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരുമായിരുന്നു. അവരുടെ ജീവൻ അവർ സത്യത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായി. അതിനുവേണ്ടി അവർ അതിനെ മനസ്സിലാക്കുന്നവരായിരുന്നു. ഇങ്ങനെയാണ് സമൂഹത്തിൽ നന്മയുണ്ടാകുന്നതും അതുപോലെ തന്നെ സമാധാനം ഉണ്ടാകുന്നത്. ശക്തരെ എതിർക്കുന്ന ആളുകൾക്ക് അത് അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് കാരണമായി തീർന്നു. അള്ളാഹു വലായക്തം ബാസുക്കും നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. പരദൂഷണവും ഒരു തരത്തിലുള്ള തിന്മയാകുന്നു. അത് പരസ്പരം ആക്രമിക്കുന്നതിന് തുല്യമാണ്. ആരെങ്കിലും പരദൂഷണം പറയുമ്പോൾ ഒന്നുകിൽ അവരുടെ തിന്മകളെ എടുത്തു പറയുന്നത്, അതല്ലെങ്കിൽ അയാൾ യുദ്ധമാണ് പറയുന്നത്, അല്ലെങ്കിൽ അടിപിടിയാണ് കൂടുന്നത്. രണ്ട് നിലയ്ക്ക് സമൂഹത്തിൽ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ഒരിക്കലും തന്നെ നിങ്ങൾ പരദൂഷണം പറയരുത്. പരദൂഷണം പറയുന്നത് അത് നിങ്ങളുടെ സഹോദരന്റെ മൃതശരീരം ഭക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇസ്ലാം ഈ ഉന്നതമായ നിലവാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വക്കിൽ പറയുന്നു, ചില തിന്മകൾ വളരെ സൂക്ഷ്മമാണ്, ആളുകൾ അതിൽ ഉൾപ്പെടുന്നു, അതിൽ ഉൾപ്പെടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ തിന്മയാണ് ചെയ്യുന്നത്, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ആവർത്തിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന് വളരെ മോശമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പറയുന്നു, അയുഹിബ്ബു അഹദുക്കും അയ്യാഖുല ലഹ്മ അഖീ. അള്ളാഹു ഈ പരദൂഷണം കൊണ്ട് അള്ളാഹു അതിനെ വെറുക്കുന്നു. സഹോദരനെ മോശമായി ചിത്രീകരിക്കുന്നതിന് ഇഷ്ടപ്പെടുകയും അയാൾക്ക് നീ പ്രയാസമുണ്ടാക്കുന്നതും തെറ്റാണെന്ന് പറയുന്നു. ആരെങ്കിലും അതുകൊണ്ട് അയാളില്ലാത്ത സമയത്ത് തിന്മ അയാളെ പറ്റി പറയുക എന്നതും വളരെ മോശമായ സംഗതി. അള്ളാഹു പറയുന്നു, വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അതുകൊണ്ട് തിന്മയും അതുപോലെ തന്നെ വഞ്ചനയും മുഖേന പരസ്പരം നിങ്ങളുടെ ധനം നിങ്ങൾ തിന്നരുത്. ഇത് ദുൽമാകുന്നു, അക്രമമാകുന്നു. ഇത് മുഖേന ഒരുപാട് പ്രയാസങ്ങളും വഴക്കുകളും വക്കാണങ്ങളും ഉണ്ടാകുന്നു. സമൂഹത്തിൽ ഈ ഭൗതികമായ ചിന്താഗതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റായ രീതിയിൽ, വഞ്ചനാപരമായ രീതിയിൽ പരസ്പരം സമ്പത്ത് തിന്നുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്രീയ തലത്തിലും ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനാഢ്യരായ നാടുകൾ ദരിദ്ര രാഷ്ട്രങ്ങളുടെ സമ്പത്ത് വളരെ തെറ്റായ രീതിയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ ഇതിനെ സംബന്ധിച്ച് അവർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഞങ്ങളുടെ സമ്പത്ത് തെറ്റായ രീതിയിൽ
ഞങ്ങളിൽ നിന്ന് പിടിച്ചുപറിക്കുന്നു, ധ്വംസിക്കുന്നു എന്നവർ പറയുന്നു. എല്ലാ വർഷവും മില്യൺ കണക്കിനുള്ള ഡോളറുകൾ ഞങ്ങളിൽ നിന്ന് അവർ വസൂലാക്കുന്നു എന്ന് പറയുന്നു. വികസിത രാഷ്ട്രങ്ങൾ അങ്ങനെയാണ് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ഭയാനകമായ രീതിയിലാണ് ഇതിൻ്റെ പരിണാമം ഉണ്ടാവുക. അത് അവരുടെ മേൽ ചെലവാക്കപ്പെടുന്നില്ല. അതെല്ലാം സാമ്പത്തിക ശേഷിയുള്ള രാഷ്ട്രങ്ങൾ തന്നെ തിന്നുകൊണ്ടിരിക്കുന്നു. അത് തിന്മയ്ക്ക് കാരണമായി തീരുന്നു. ചെറിയ തലത്തിലും അതുപോലെ തന്നെ വലിയ തലത്തിലും, അത് കച്ചവട രംഗത്തും. അതുകൊണ്ടാണ് അള്ളാഹു ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത്. ഈ ദ്രോഹം സമൂഹത്തിലും ലോകത്തിൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്നതിന് കാരണമായി തീരും. അള്ളാഹു പറയുന്നു, വൈലുലിൽ മുത്തഫിഫീൻ, വൈലുലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു വഇദാ കാലുഹും വസനുഹും, തൂക്കങ്ങളിൽ നീതി കാണിക്കാത്തവർക്ക് നാശം. അവർക്ക് സ്വന്തമായിട്ട് വരുമ്പോൾ അവരതിനെ കൂടുതലായി തൂക്കിയെടുക്കുന്നു, മറ്റുള്ളവർക്ക് കുറച്ച് തൂക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇസ്ലാം അങ്ങനെയുള്ളവർക്ക് മേൽ ലഅനത്താണ് ചൊരിയുന്നത്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നവർക്ക് മേൽ തങ്ങൾക്ക് വേണ്ടി നിലവാരം മറ്റൊന്ന്, മറ്റുള്ളവർക്കുള്ള മാനദണ്ഡം മറ്റൊന്നാണ്. ഇസ്ലാം എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെയും തടയുന്നു. ഇങ്ങനെ ജീവനെയും സമ്പത്തിനെയും എല്ലാം സംരക്ഷിക്കുന്നു. അള്ളാഹു നൽകുന്ന ഇത് വെറും അധ്യാപനം നൽകാൻ മാത്രമാണോ? മുസ്ലിങ്ങൾ ഇതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടില്ലേ? ഇത് ഇസ്ലാമിന് വലിയ സന്ദേശമാണ്. അതിനെ സംബന്ധിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരെ ചെറിയ രീതിയിൽ അതിനുള്ള നമുക്ക് ഉദാഹരണങ്ങൾ കാണപ്പെടുന്നുള്ളൂ പൊതു മുസ്ലിങ്ങൾക്കിടയിൽ. എന്നാൽ അഹമ്മദികൾക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ അംഗീകരിച്ചവർ അതിൻ്റെ ഉന്നതമായ നിലവാരം സ്ഥാപിക്കേണ്ടതാണ്. സഹാബാക്കൾ സ്ഥാപിച്ച ആ നിലവാരം സ്ഥാപിക്കേണ്ടതാണ്. നമുക്ക് ഇവർ ആർക്കും തന്നെ വിരലുയർത്താൻ അവസരം കൊടുക്കരുത്. നിങ്ങൾക്ക് എന്താണ് വ്യത്യാസമെന്ന് ചോദിക്കാൻ, നിങ്ങൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കിയെന്ന് മറ്റുള്ളവർക്ക് ചോദിക്കാൻ ഇടവരുത്തരുത്. നമ്മളുടെ ഈ വ്യത്യാസം പ്രകടമായിരിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക മസീഹ് മൗഊദ് ഇസ്ലാമിനെ അംഗീകരിച്ചുകൊണ്ട് നാം ആഖിരിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന്. സഹാബാക്കളുടെ ഉദാഹരണം എങ്ങനെയുള്ളതായിരുന്നു? എങ്ങനെയാണ് അതിനുള്ള മാതൃകകൾ തങ്ങളുടെ സമ്പത്തുകൾക്ക് മേൽ മറ്റുള്ളവരുടെ അവകാശങ്ങളെയും അതുപോലത്തെ സമ്പത്തിനെയും സംരക്ഷിച്ചത്? എങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ മരണത്തിനു മുമ്പായി തന്നെ യതീമുകളുടെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൊടുത്തു തീർക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായതിനു ശേഷം അതിനുശേഷം ഞങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞു. ഈ സംരക്ഷണം എന്ന് പറയുന്നത്, ആ സംരക്ഷണം ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് ആർക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു സഹാബിയെ സംബന്ധിച്ച് പറയുന്നു, അദ്ദേഹം ഒരു ഒട്ടകത്തെ വിൽക്കാൻ വേണ്ടി വന്നു. അതിനെ വിൽക്കുന്നതിന് വില നിശ്ചയിച്ചു. വേറൊരു സഹാബി പറഞ്ഞു, ഈ കുതിര ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, വളരെ കുറഞ്ഞ വിലയാണല്ലോ പറയുന്നത്, അതിന് നിങ്ങൾ പറയുന്ന 200 ദിർഹം എന്ന് പറഞ്ഞു, പക്ഷെ 500 ആണ് ഉള്ള ദിർഹം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നീ എന്ത് സദക്കന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കരുതിയോ? ഞാൻ ഇതിന് കൂടുതൽ പൈസ എനിക്ക് വാങ്ങേണ്ട ആവശ്യം എന്താണുള്ളത്? ഞാൻ 200 മാത്രമാണ് ഞാൻ പറയുന്നത്. അവർ വഴക്കായി, അവർക്ക് തമ്മിൽ അവരെ സംബന്ധിച്ചുള്ള അവർ തർക്കത്തിലെത്തി. ഞാൻ 200 വാങ്ങുകയുള്ളൂ. മറ്റാൾ വാങ്ങുന്ന ആൾ പറഞ്ഞു, ഞാൻ എനിക്ക് 500 തരും. ഇങ്ങനെയുള്ള ആളുകളുള്ള സ്ഥലത്ത് അവരുടെ ഈമാന്റെ നിലവാരം ഇങ്ങനെയുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ അത് എത്രമാത്രം നല്ല സുന്ദരമായ സമൂഹമായിരിക്കും. ഇത്തരത്തിലുള്ള മാതൃകകൾ അവർ ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യത്തെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്തു. ഇന്നാണെങ്കിൽ പറയുമായിരുന്നു, എത്ര
ആ വളരെ നല്ല രീതിയിൽ കിട്ടാവുന്ന അതിനെ അയാൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എത്ര വിഡ്ഢിയാണെന്ന് പറഞ്ഞ് ഈ കാലം പറയുമായിരുന്നു. പക്ഷേ അയാൾ നിർബന്ധിച്ച് കൂടുതലായി കൊടുക്കുകയാണ്. എന്നാൽ പറഞ്ഞു അല്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ എതിരാണ് ഞാൻ ചെയ്യുക എന്ന് അയാൾക്ക് ബോധം വന്നു. ഇതാണ് യാഥാർത്ഥ്യവും. തങ്ങളുടെ ധാരണയനുസരിച്ച് ഒരിക്കലും തന്നെ ഇസ്ലാമിനെതിരെ അവർ ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു, എത്രമാത്രം വലിയ സമ്പത്തുള്ള ആളാണെങ്കിൽ അത്രമാത്രം അയാൾക്ക് അത്യാർത്ഥി വർദ്ധിക്കുന്നു. മറ്റുള്ളവരെ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇവിടെ തർക്കിക്കുന്നു. അതിന് യാതൊരു പരിധിയുമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മേന്മയുള്ള സമൂഹങ്ങൾ, ദരിദ്ര സമൂഹങ്ങളെ അവർ വളരെ ധ്വംസിച്ചുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കൻ നാടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ മനസ്സിലാക്കുന്നത് അവർ ധനാഢ്യരായ ആളുകൾ ഞങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കച്ചവട കാര്യങ്ങളിൽ അവർ വികസിത രാഷ്ട്രങ്ങളിൽ നിന്ന് അവർ വളരെ മോശമായ രീതിയിൽ അവർക്ക് സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ചെറിയ മാർജിനിട്ടുകൊണ്ട് അവർ വിൽക്കുന്നു. അങ്ങനെ ദരിദ്ര രാഷ്ട്രങ്ങളിലെ ലേബർ വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കുകയും എന്നിട്ട് അതിന് വലിയ രീതിയിലുള്ള അതിനുള്ള മാർജിൻ എടുത്തുകൊണ്ട് പുറം രാജ്യങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. അതിൽ വലിയ ആളുകളുണ്ട് അതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ അവരുടെ നിർബന്ധ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അവർ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിപ്പിക്കുന്നു. അവർക്ക് രണ്ടു തരത്തിലുള്ള ഭക്ഷണം പോലും കിട്ടുന്നില്ല. പക്ഷേ ധനാഢ്യരായ ആളുകൾ അതുകൊണ്ട് കോടിക്കണക്കിനുള്ള അവർക്ക് സമ്പാദ്യമുണ്ടാകുന്നു. ഇതാണ് സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സമയത്ത് ഈ ലാഭം പോലെ പിന്നീട് ആ ദരിദ്ര സമൂഹങ്ങൾ പൊട്ടി പുറത്തേക്ക് വരുന്നു. പരസ്പരം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അവരുടെ ആ ആഗ്രഹങ്ങൾ അവർ വർദ്ധിക്കാൻ തുടങ്ങുന്നു. അവർ കാണുന്നത് എന്നോട് അനീതി കാണിക്കുന്നു, ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അവിടെ സമാധാനം നഷ്ടപ്പെടുന്നു. ഇസ്ലാം പറയുന്നു, ഈ അസ്വസ്ഥത ഇല്ലാതാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ഇടപാടുകളും മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. ഇതാണ് എല്ലാ കാലത്തും സമാധാനം നിലനിൽക്കുന്നതിന് കാരണമായി തീരുക. സമാധാനം ഇല്ലാതാക്കുന്നതിൽ അഹങ്കാരത്തിനും ഒരു വലിയ സ്ഥാനമുണ്ട്. അഹങ്കാരം കാരണം പരസ്പരം അവർ ദുൽമ ചെയ്യുന്നു, അവകാശങ്ങൾ ധ്വംസിക്കുന്നു. ഇസ്ലാം ഇതിനെ ശക്തിയായി എതിർക്കുന്നു. പറയുന്നു, വലാ തംഷിഫിൽ അർദി മർഹ ഇന്നക ലൻ തഫ്രികൽ അർദ വലം തബ്ലുഗൽ ജിബാൽ റദ്ദ. നിങ്ങൾ ഒരിക്കലും ഭൂമിയെ അഹങ്കാരത്തോടാക്കരുത്. നിങ്ങൾക്ക് ഭൂമിയെ പൊട്ടിപ്പുറത്താൻ സാധ്യമല്ല, നിങ്ങൾക്ക് പർവ്വതങ്ങളോളം ഉയരാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്നു, അഹങ്കാരം എന്താണ്? എന്തിനാണ് നിങ്ങൾ അഹങ്കരിക്കുന്നത്? നിങ്ങൾക്ക് ഭൂമിയെ പിളർക്കാൻ സാധ്യമല്ല, നിനക്ക് ഭൂമിയിൽ നിന്ന് പുറത്തു പോകാനും സാധ്യമല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് അത് തന്നെയാണ് നിനക്ക് ജീവിക്കുന്നതിനുള്ള മാർഗമുള്ളത്. നിന്റെ ദരിദ്ര സഹോദരൻ, നിന്റെ ചുറ്റുവട്ടത്തുമുള്ളവർ, അവരിൽ നിന്നാണ് നീ പ്രയോജനം ഉൾക്കൊള്ളുന്നത്. എത്ര വലിയ ഫാക്ടറികളുള്ള ആളാണെങ്കിലും എത്ര വലിയ ധനാഢ്യനാണെങ്കിലും ഇത് നിങ്ങളുടെ വരുമാനത്തിന് മാർഗം ഈ സോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവരില്ലെങ്കിൽ അമീറിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് വലിയവരും ആളുകളുടെ ഉള്ളിൽ തക്കപ്പുറമുള്ളവരുടെ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവരുടെ അഹങ്കാരം കൊണ്ട് വളരെ മോശമായ രീതിയിൽ മറ്റുള്ളവർ നിന്ന് ഇഷ്ടം വീക്ഷിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്ന അവരില്ല, ഇവർക്ക് ജീവിതമില്ല എന്നവർ മനസ്സിലാക്കണം. ഈ ചിന്താഗതി ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ധനാഢ്യന് ദരിദ്രന്റെ അവകാശം ധ്വംസിക്കാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് പറയുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ തക്കബർ ചെയ്യാൻ പാടില്ല, അഹങ്കരിക്കരുത്. ചുറ്റുപാടുമുള്ള ആളുകളെ മോശമാണെന്നും
നിന്ദിനാണെന്ന് മനസ്സിലാക്കരുത്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ, അവരുടെ അഭിമാനത്തെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സമാധാനത്തിൽ കഴിയുന്നതല്ല. നിങ്ങൾ ശക്തി ചെലുത്തുകയാണെങ്കിൽ, അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുകയാണെങ്കിൽ, അവരുടെ ഹൃദയങ്ങളിൽ അവർ നിങ്ങൾക്കെതിരെ വരുന്നതാണ്. പിന്നീട് അത് കലാപത്തിലേക്ക് നീങ്ങും. അത് രാഷ്ട്രത്തിനെതിരാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾക്കെതിരാണെങ്കിലും പിന്നീട് അത് കലാപത്തിലേക്ക് നീങ്ങുന്നു. അത് സമൂഹത്തിന് സമാധാനം നഷ്ടപ്പെടുത്തും. പിന്നെ അള്ളാഹു പറയുന്നു, വല തബ്ലഗൽ ജിമാല, ഓർക്കുക, ഇങ്ങനെയുള്ള ആളുകൾ ഈ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് അവർക്കൊരിക്കലും സമൂഹത്തിൽ നേതാക്കന്മാരെ സാധ്യമല്ല. ചില സമുദായ നേതാക്കന്മാർക്കും ഇത് പറയാറുണ്ട്, അഹങ്കാരം കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ സ്ഥാനം കൈവരിക്കാൻ സാധ്യമല്ല. വിനയം തന്നെയാണ് യഥാർത്ഥ നിങ്ങളുടെ നേതാക്കന്മാരാക്കി നിങ്ങളെ മാറ്റുന്നത്. അതാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ നേതൃത്വമാണ്, അതാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന നേതൃത്വം എന്ന് പറയുന്നത്. സാമൂഹിക ദ്രോഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഇസ്ലാം പറയുന്നു, സാമൂഹിക ദ്രോഹങ്ങളിൽ ഒന്ന് സമൂഹത്തിന്റെ അവസ്ഥയെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു മനുഷ്യ സമൂഹത്തിന് ദിനത്തിൽ നിന്ന് തടയുന്നു, പറയുന്നു, ലാ യുഹിബ്ബുല്ലാഹിൽ ജഹറ ഇസ്മി മിനൽ ഖൗലി ഇല്ലാ മൻ സുലിം വകാന അല്ലാഹു സമീഅൻ അലീമ. അള്ളാഹു ഒരിക്കലും തന്നെ പൊതുവായ രീതിയിൽ തിന്മ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഒരുപാട് കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അതിർത്ത് മുസ്ലിം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ജനങ്ങൾ ഇതിനെ അർത്ഥമാക്കുന്നത് മർദ്ദിക്കപ്പെടുന്നവർക്ക് ഇതെല്ലാം അവകാശമാണെന്നാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാമെന്നാണ്. മർദ്ദിതന് പറയാം, പക്ഷെ മറ്റുള്ളവർക്ക് പറയാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എൻ്റെ വീക്ഷണത്തിൽ ഈ ആയത്തിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത്, മർദ്ദിതനാണെങ്കിൽ പോലും ജനങ്ങൾക്ക് തിന്മകൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അള്ളാഹു എല്ലാവർക്കും ഈ മാർഗത്തെ തടയുന്നു. പറയുന്നു, തങ്ങളുടെ തിന്മകൾക്കെതിരെ ശബ്ദമുണ്ടാക്കുന്നവർ, നീ നിന്റെ തിന്മകൾക്കെതിരെ, നിനക്ക് മുന്നിൽ വരുന്ന തിന്മകൾക്കെതിരെ ശബ്ദമുണ്ടാക്കുമ്പോൾ നീ അതിന് സംബന്ധിച്ച് ശബ്ദം ഉണ്ടാക്കുന്നു, പക്ഷേ സമൂഹത്തിന് സമാധാനത്തില്ല ഇത് നഷ്ടപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മോശമായ രീതിയിൽ ചീത്ത പറയുന്നു. വഴിയിലൂടെ പോകുമ്പോൾ നിനക്ക് ഒരിക്കലും തന്നെ നാണം വരുന്നില്ല ഇങ്ങനെ പറയുന്നതിന്. കുട്ടികളുണ്ടാകുന്നു, സ്ത്രീകളുണ്ടാകും, അവർക്ക് ഈ ഇത്തരത്തിലുള്ള ചീത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? നിങ്ങൾ തിന്മയുണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്കുണ്ടായ ദ്രോഹത്തെ സംബന്ധിച്ച് നീ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നു, സമൂഹത്തെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദ്രോഹിക്കപ്പെട്ടവരോട് പറയുന്നു, അതിന് നിങ്ങൾ പകരം ചോദിക്കണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ആളുകളിലേക്ക് എത്തുക, അതിന് നല്ല തീരുമാനത്തിലേക്ക് നീ വിടുക. നിന്റെ ഏതെങ്കിലും രീതിയിലുള്ള തിന്മ വന്നിട്ടുണ്ടെങ്കിൽ നീയും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതും സംഭവിക്കാവുന്നതാണല്ലോ. അതുകൊണ്ട് ഇവിടെ മർദ്ദിതരോടും പറയുന്നു, അതുപോലെ തന്നെ മർദ്ദിക്കുന്നവരോടും പറയുന്നു, നിങ്ങൾ മർദ്ദിതരായിക്കൊണ്ട് നിങ്ങൾ അക്രമം ചെയ്യുന്നവരായി മാറരുത്. അതുകൊണ്ട് ഇസ്ലാം പരസ്പരമുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുന്നു, സമാധാനമുണ്ടാകുന്നതിന് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. പിന്നെ അള്ളാഹു പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനം വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീനി വൽ ജാരി ദിൽ ഖുർബ വൽ വാരിദിൽ ജുനുബി വസാഹിബി ബിൽ ജുനുബി വബിൽ ജംബി വസാഹിബി ബിൽ ജംബി വബിൽ സബീൽ വമാ മലക്കത് അയ്മാനുഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഖ്താലൻ ഫഖൂറ.
അള്ളാഹുവിനെ ആരാധിക്കുക, ആരെയും പങ്കുകാരാക്കരുത്, മാതാപിതാക്കളോട് നന്മപൂർവ്വം പ്രവർത്തിക്കുക, അടുത്ത ബന്ധുക്കളോടും യത്തീമുകളോടും മിസ്കീനുകളോടും അടുത്ത അയൽവാക്കാരോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും കൂടെയുള്ളവരോടും യാത്രക്കാരോടും നിങ്ങളുടെ കൈ ഉടമപ്പെട്ടവരോടും അള്ളാഹു ഒരിക്കലും തന്നെ മുത്തക്കബരിനെയും വിദ്യാഭിമാനിയും ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നു. ആരെയും പങ്കുകാരാക്കരുത്, തൗഹീദ് നിലനിർത്തുക. തൗഹീദിനെ നിങ്ങൾ അംഗീകരിക്കുന്നവരായി തീർന്നാൽ പിന്നെ പരസ്പരം ദുൽമ ചെയ്യുന്നവരാകാൻ പാടില്ല. അതോടൊപ്പം ആരെക്കൊണ്ടാണ് നിങ്ങൾ നന്മ പ്രവർത്തിക്കേണ്ടതെന്നുള്ള ആ ലിസ്റ്റും തന്നു. അതാണ് വിശ്വാസ സമൂഹം അനിവാര്യമായിട്ടുള്ളത്. അതനുസരിച്ച് മനുഷ്യൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാ തിന്മ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നന്മ ഇല്ലാതാക്കുന്ന എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ആരോടാണോ നമുക്ക് ഇടപെടേണ്ട എല്ലാവരെയും അതിനെ സംബന്ധിച്ച് പറഞ്ഞു. മാതാപിതാക്കളോട്, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ബന്ധങ്ങളെ അതിനെ സംബന്ധിച്ചെടുത്ത് പറയുന്നുണ്ട്. ഈ ബന്ധങ്ങൾക്ക് എന്താണ് പ്രാധാന്യം എന്നാണ് പറയുന്നത്. എന്നിട്ട് അവസാനം പറയുന്നു, ഉണർത്തുന്നു, അള്ളാഹു ഒരിക്കലും തന്നെ അഹങ്കാരിയെ മിഥ്യാഭിമാനിയെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അള്ളാഹു എങ്ങനെയാണ് എത്രമാത്രം അഹങ്കാരിയെ താക്കീത് നൽകുന്നത്? അത് സമാധാനത്തിനുള്ള ജാമ്യമാണ്. സമൂഹത്തിൻ്റെ ബന്ധങ്ങൾ സംബന്ധിച്ച് നോക്കുക, ഒരുപാട് കാര്യങ്ങളുടെ പ്രയാസങ്ങളുള്ള അവരുടെ തർക്കങ്ങൾ അത് മനുഷ്യന്മാർക്കിടയിൽ അത് കോപത്തിൻ്റെ അവസ്ഥ ഉണ്ടാക്കുന്നു. അത് ആ കോപം അവരതിജയിക്കുമ്പോൾ അവിടെ വഴക്കുണ്ടാകുന്നു. അള്ളാഹു മുസ്ലിങ്ങൾക്ക് പൊതുവായ സന്ദേശം നൽകിക്കൊണ്ട് പറഞ്ഞു, നാം നിങ്ങളെ ഉമ്മത്തൻ വസത്ത മധ്യ സമൂഹമായി ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് നിങ്ങൾ മധ്യനില കൈവരിക്കുന്നവരാണ്. അതുപോലെ സ്നേഹത്തിൻ്റെ ആണെങ്കിലും കോപത്തിൻ്റെ ആണെങ്കിലും അതിൽ ഈ മാർഗമാണ് അവലംബിക്കേണ്ടത്. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് കോപം വരുമ്പോൾ അതിൻ്റെ അത്യഗ്രഹത്തിലേക്ക് എത്തരുത്. അതുപോലെ തന്നെ സ്നേഹത്തിൽ പിന്നെ അവിടെ നീതി പ്രവർത്തിക്കാത്ത അവസ്ഥയും ഉണ്ടാകരുത്. പറയുന്നു, ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് തിന്മയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കോപമാണെങ്കിലും നിങ്ങളുടെ സ്നേഹമാണെങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരിക്കണം. ഇതിന് ഒരുപാട് കുറവുണ്ട് ഇന്ന്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വൽ കാദിമീനൽ ഗൈസ വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. കോപത്തെ ഒതുക്കുന്നവനും ജനങ്ങളോട് പുറമെ കാണിക്കുന്നവനും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ അവരുടെ പ്രത്യേകത, അവർ കോപത്തെ അടക്കി വയ്ക്കുന്നു, മാപ്പ് കൊടുക്കുന്നു. ഇത് തന്നെയാണ് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ചിത്രം. ഇതിൽ മുഖേനയാണ് എല്ലാ തരത്തിലുള്ള വെറുപ്പും ഇല്ലാതാകുന്നത്. ഇങ്ങനെയാണ് സമൂഹം സമാധാനവും രഞ്ജിപ്പും ഉണ്ടാകുന്നത്. ഈ സന്ദേശം തന്നെയാണ് സമാധാന സന്ദേശം നൽകുന്നത്. ഹദ്റത്ത് മുസ്ലിം പറയുന്നു, ഓർക്കുക, ഒരു ബുദ്ധിക്കും അതുപോലെ തന്നെ ആവേശത്തിനും തമ്മിൽ ഒരുപാട് വൈരാഗ്യമുണ്ട്. സബർ ചെയ്യുന്നവർ, സൗമ്യമായി പെരുമാറുന്നവർ, അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങളിലും അവർക്കൊരു പ്രകാശമുണ്ടാകുന്നു. ആ പ്രകാശത്തിന് ഒരു പ്രകാശമുണ്ടാകുന്നു. അങ്ങനെ ദേഷ്യത്തിലേക്ക് വരുമ്പോൾ അത് അന്ധകാരത്തിലേക്ക് അങ്ങനെ അന്ധകാരത്തിൽ അന്ധകാരമുണ്ടാകുന്നു. അതുകൊണ്ട് ഓർക്കുക, കാഠിന്യം കാണിക്കുന്ന അതുപോലെ തന്നെ അങ്ങനെയുള്ള കോപം കാണിക്കുന്ന അവർക്കൊരിക്കലും ഹിക്മത്ത് വരുന്നതല്ല. അവർക്കൊരിക്കലും തന്നെ യുക്തിജ്ഞാനം പറയാൻ സാധ്യമല്ല. അവരുടെ മുന്നിലുള്ള ആളുകളുടെ വളരെ വെറുപ്പോടുകൂടി പെരുമാറുന്നു. കോപത്തോട് പെരുമാറുമ്പോൾ
അവർക്ക് ഒരു സൂക്ഷ്മമായ ജ്ഞാനങ്ങൾ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ അവർ ഒഴിവാക്കപ്പെടുന്നു. അവർ കോപത്തിന് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ബുദ്ധി അതിനെ അടിപ്പെടുന്നു. അവർക്കൊരിക്കലും തന്നെ സഹായം നൽകപ്പെടുന്നതല്ല. അവർക്കൊരു മാർഗത്തിൽ അവർക്ക് വിജയം സാധ്യമല്ല. അത് കൂടുതലായി വരുമ്പോൾ അവർ കൂടുതൽ അതിൽ അവർ ബുദ്ധിശൂന്യരായിത്തീരുന്നു. എവിടെയാണോ നിങ്ങൾക്ക് സൗമ്യത കാണിക്കാൻ സൗമ്യം കാണിക്കേണ്ടതാണ്. എങ്ങനെയാണോ എന്താണ് രീതിയിൽ പെരുമാറുക. എന്നാൽ ചില ആളുകൾ ഒരു ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ പുറമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പറ്റില്ല. പക്ഷേ ഇസ്ലാം പറയുന്നു, എല്ലാ തരത്തിലുള്ള സന്ദേശവും നൽകുന്നു, സ്നേഹത്തിന് സന്ദേശം ഉണ്ടാകുന്നതിനുള്ള മാർഗം പറയുന്നു. എന്നാൽ യഥാർത്ഥ കുറ്റവാളിയാണെങ്കിൽ അവിടെ ശിക്ഷ കൊടുക്കേണ്ടതുമാണ്. ഇസ്ലാം പറയുന്നതിൻ്റെ ഉദ്ദേശം സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുകയാണ്, ശിക്ഷ കൊടുക്കുകയല്ല. ഈ ഉദ്ദേശത്തെ പ്രാവർത്തികമാക്കുന്നതിന് ഒരു വിശ്വാസി പരിശ്രമിക്കേണ്ടതാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങൾ കോപം വരുമ്പോൾ നിങ്ങൾ അതിനെ ഒതുക്കുക, മാപ്പ് കൊടുക്കുക. ഇത് നിങ്ങളുടെ ഔദാര്യമാണ്. കാരണം അല്ലാഹു മുസ്ലിങ്ങളെ ഔദാര്യം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഔദാര്യം ചെയ്യുന്നവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അവരെ അല്ലാഹു സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ. അല്ലാഹു നീതിയുടെയും ഔദാര്യത്തെ സംബന്ധിച്ചും അടുത്ത ബന്ധുക്കളോട് എന്ന പോലെ പെരുമാറുന്നതിനും കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ഈ അധ്യാപനം ഇതിനെ യാഥാർത്ഥ്യമായി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എല്ലാ സമൂഹത്തിലും എല്ലാ തലത്തിലും സമാധാനം ഉള്ള അനിതര സാധാരണമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. അള്ളാഹു ആദ്യം പറഞ്ഞത് നീതിപൂർവ്വം പെരുമാറുക എന്നാണ്. അതായത് നിങ്ങൾ തത്തുല്യമായ രീതിയിലായിരിക്കും പെരുമാറേണ്ടത്. ആരോടും അക്രമം ചെയ്യരുത്. എത്രമാത്രമാണ് നിങ്ങൾ അതിനുള്ള ശിക്ഷിക്കുകയാണെങ്കിലും അതിനുള്ള ആ പരിധി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്കല്ല ചെയ്യേണ്ടത്. ആർക്കാണോ അതിനുള്ള അവകാശമുള്ളൂ അവർക്ക് ചെയ്യാൻ അവകാശമുള്ളൂ. ചില ആളുകൾ പരസ്പരം എത്രമാത്രം വെറുപ്പ് കാണിക്കുന്നുവെങ്കിൽ ഏതുവരെ എനിക്ക് നഷ്ടം വരുത്തിയവർക്ക് അതേ അവസ്ഥയിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരാത്തവർക്ക് ഞാനൊരിക്കത് പെരുമാറുന്നതല്ല, ഞാൻ ഒരിക്കലും ഒഴിവാക്കുന്നതല്ല. ഇത് തെറ്റായ മാർഗമാണ്. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. സാമൂഹിക തലത്തിൽ നോക്കുക, പരസ്പര ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിന് അത് എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ സമൂഹവും രാഷ്ട്രങ്ങളുമൊക്കെ നൂറ്റാണ്ടുകളോളം അവർ പ്രയാസത്തിലേക്ക് നീങ്ങുന്നു. ഇത് കാണാൻ കഴിയുന്നു. അള്ളാഹു അള്ളാഹു പറയുന്നു, നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾ നീതിപൂർവ്വം പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. അള്ളാഹു അതിനുശേഷം ihsan ചെയ്യുക, ഔദാര്യപൂർവ്വം പെരുമാറുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ടതില്ല. നിങ്ങളോട് തിന്മയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അവർക്ക് പുറത്തു കൊടുക്കുക. ഈ കാര്യത്തിൽ പുറത്തു കൊടുക്കുകയുമുണ്ട്. അവർ ദരിദ്രരെ സഹായിക്കുകയും ഖൈറാത്തുകൾ ചെയ്യുകയും സദക്ക കൊടുക്കുകയും എല്ലാം വരുന്നു. സാമൂഹികവും വ്യക്തിപരവുമായ എല്ലാ നന്മകളും വരുന്നുണ്ട്. പിന്നെ പറയുന്നു, ഈ ihsanേക്കാളും വലിയൊരു കാര്യമുണ്ട്, അത് ഈതാഇ ദിൽ ഖുർബയാണ്. അതിൻ്റെ അർത്ഥം സമൂഹത്തോട് നിങ്ങൾ വർത്തിക്കേണ്ടത് നിങ്ങൾ അടുത്ത ബന്ധുക്കളോടെന്ന പോലെ നിങ്ങൾ പെരുമാറണം. ഇതിൻ്റെ അർത്ഥം അതായത് ഇത് നിങ്ങൾ ഔദാര്യത്തെക്കാൾ അധികമായ രീതിയിലുള്ള അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ സ്വതവേയുള്ള നിങ്ങളുടെ പ്രകൃതിയുള്ള സ്നേഹം ആ രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത്. നിങ്ങൾക്കൊരിക്കലും പ്രതിഫലിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നവരായി തീരരുത്. നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ, ഔദാര്യം ചെയ്യുമ്പോൾ അതിനുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു. അതായത് ചുരുങ്ങിയ പക്ഷം ഞാൻ ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ അയാൾ എന്നോട് നല്ലതായി പെരുമാറണമെന്ന് അയാൾ ചിന്തിച്ചു പോകാം. എന്നാൽ
ഈത്തൈദിൽ കുർബ എന്ന് പറയുമ്പോൾ അത് ഒരു മാതാവിന് കുട്ടിയോടുള്ള സ്നേഹമാണ്. മാതാവ് ഒരിക്കലും തന്നെ കുട്ടിയിൽ നിന്ന് അവിടെ കാണിക്കുന്ന സ്നേഹം എന്തെങ്കിലും പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് അതൊരു സ്വതവേയുള്ള സ്നേഹമാണ്, പ്രകൃതിയുള്ള സ്നേഹമാണ്. അത് ഒരിക്കലും തന്നെ ഒരു തരത്തിലുള്ള ഉദ്ദേശവും വയ്ക്കാതെയുള്ള സ്നേഹമാണ്. ഈ സ്നേഹം, അങ്ങനെയുള്ള സ്നേഹമാണ് സമൂഹത്തോടുണ്ടാകേണ്ടത്. ആ സ്ഥാനം നിങ്ങൾ കൈവരിക്കണം. അത് നിങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ആ ഒരു ആവേശമുണ്ടാവുക. നിങ്ങൾ സമൂഹം നിങ്ങൾക്ക് വഴി ഒന്നും അല്ലാതായി തീരണം. നിങ്ങളുടെ ഉള്ളിലൊരു ആവേശമുണ്ടാകണം. ഈ ആവേശത്തിൻ്റെ ഒരു പെരുമാറ്റം നിങ്ങളുണ്ടാകുമ്പോൾ, ഈ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഒരു സമൂഹം വളരെ സമാധാനത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യങ്ങളെ അള്ളാഹുവിനെ സംബന്ധിച്ചോ മനുഷ്യനെ സംബന്ധിച്ചോ എല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നന്മ എന്നാൽ അള്ളാഹുമായിട്ട് പരിശുദ്ധമായ ബന്ധം ഉണ്ടാക്കുക എന്നാകുന്നു. അവന്റെ സ്നേഹം ഉള്ള വ്യക്തിപരമായ ബന്ധം അത് നിങ്ങളുടെ ഉള്ളിൽ സന്നിവേശിപ്പിക്കപ്പെടണം. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇദിൽ ഖുർബ. അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്നത് ഈ കാര്യങ്ങൾ നിയമത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ആരെയും പങ്കു ചേർക്കരുത്, അവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, അതിൽ മുന്നേറാൻ ശ്രമിക്കുക, അവൻ്റെ അസ്തിത്വത്തിൽ നിങ്ങൾ പരിപൂർണ്ണം വിശ്വസിക്കുക. എത്രയെന്നാൽ നിങ്ങൾ അവനെ കാണുന്നു, അവൻ നിങ്ങളെ കാണുന്നു എന്ന രീതിയിൽ, അതിനെ നല്ല രീതിയിൽ, അതുപോലെ തന്നെ സമൂഹത്തോടും നിങ്ങൾ അതേ രീതിയിൽ വർത്തിക്കുക. അള്ളാഹുവിനുള്ള സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ഒരിക്കലും തന്നെ നിങ്ങളെ സ്വർഗത്തിലുള്ള ആവേശമോ അല്ലെങ്കിൽ നരകത്തോടുള്ള വെറുപ്പോ ആയിരിക്കരുത് നിങ്ങൾ മറിച്ച് അള്ളാഹുവിനുള്ള സ്വതവേയുള്ള സ്നേഹമായിരിക്കും ഉണ്ടാകേണ്ടത്. ആ സ്നേഹം അള്ളാഹുമായി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു ബന്ധം ഉണ്ടാക്കുക. വീണ്ടും പറയുന്നു, അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടികളോടും നിങ്ങളുടെ സ്വന്തം കുടുംബക്കാരും ബന്ധക്കാരുള്ള ബന്ധം കാണിക്കുക. അത് മനുഷ്യനുള്ളിൽ തന്നെ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ആവേശം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ ഇതിനോട് അവതാരം കാണിച്ചു എന്നുള്ളൊരു തോന്നലിനുള്ളിൽ ഉണ്ടാകും. എന്നാൽ ഒരു മാതാവിന് കുട്ടിയോടുള്ള ആ സ്നേഹം, അവന് യാതൊരു പ്രകടനതയുമില്ല, ഒരു പ്രകടന പരതയുമില്ല. ആ കുട്ടിയെ നിങ്ങളെ കൊല്ലുകയാണെങ്കിലും അത് നിങ്ങൾ ചോദിക്കുന്നതല്ല, ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മാതാവ് ചെയ്യുന്നതല്ല. അങ്ങനെയുള്ള ആളെ ആ മാതാവ് ശകാരിക്കുന്നതാണ്. എന്നാലും ആ കുട്ടിയോടുള്ള സ്നേഹം കാരണം താൻ ഞാൻ കൊല്ലപ്പെട്ടാലും ആ കുട്ടിയോടുള്ള ബന്ധത്തിലുള്ള അതിനാണ് മുൻഗണന കൊടുക്കുക. സ്വന്തം മക്കളോട് അവരിൽ നിന്ന് പ്രതീക്ഷ ഒന്നും വയ്ക്കുന്നില്ല, ഒരു തരത്തിൽ പ്രയോജനം നിൽക്കാനും ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും അവരോടുള്ള ആ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു, ആ മമത കാണിക്കുന്നു. ഇത് അവരുടെ ഉള്ളിലുള്ള ഒരു സ്ഥായിയായ പ്രകൃതിയായുള്ള സ്നേഹമാകുന്നു. ഈ സ്നേഹം അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ടാകേണ്ടതാണ്. സ്വഭാവങ്ങൾ രണ്ട് തരത്തിലുണ്ട്. സൽക്കർമ്മങ്ങൾ അത് ഇന്നത്തെ സമൂഹം പ്രകടിപ്പിക്കുന്നു. അതായത് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കുക, ഉള്ളിലാണെങ്കിൽ കപടതയും വെച്ച് പുലർത്തുക. ഇത് വിശുദ്ധ ഖുർആനിനെതിരാകുന്നു. മറ്റൊന്ന് സത്യസന്ധമായ അതൊരിക്കലും തന്നെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിനാകരുത്. ഇന്നല്ലാഹു യഅ്മുറു ബിൽ ഈതാഇദിൽ ഖുർബ. അത് സമ്പൂർണ്ണമായിട്ടുള്ള ഈ മാർഗം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള സമ്പൂർണ്ണമായ അധ്യാപനം നൽകുന്നു. സന്മാർഗത്തിൻ്റെ മാർഗത്തിൽ മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. അതിന് നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശരിയായ അതിന് നിങ്ങൾ സ്വായത്തമാക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ അവർക്കുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ആ ദോഷം കാണുന്നത് ലോകത്തിന് ഒരിക്കലും തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല, ജീവിതത്തിലുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് നമസ്കാരത്തിലും മറ്റ് സത്യസന്ധയിലും എല്ലാം നിങ്ങൾ പുരോഗതി കൈവരിക്കുക. സത്യസന്ധതയുടെ നിങ്ങളുടെ നിലവാരത്തിൽ നിങ്ങൾ ഉയർത്തുകയും ചെയ്യുക. നിങ്ങൾ ഈ ബന്ധങ്ങളെ നിങ്ങൾ സജീവമായി നിലനിർത്തുക. അള്ളാഹു നമുക്ക് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചതിന് ശേഷം ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ലോകത്തിനു വേണ്ടി നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും അതിനുള്ള ശരിയായ മാതൃക കാണിക്കുന്ന തൗഫീഖ് നൽകുമാറാകട്ടെ. സമാധാനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. നമ്മൾ
ശരിയായ രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കുന്നവരായി തീരേണ്ടതാണ്. അങ്ങനെ ലോകത്തെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടവരുമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അവർ തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഇതിൽ നിന്നുമെല്ലാം മാറുന്നുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ മനസ്സിലാക്കുന്നതിനും യഥാർത്ഥമായ സമാധാനം അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ചരിക്കുമ്പോഴാണ് ഉണ്ടാവുക. ഭൗതികമായ ഒരു സംവിധാനവും ശാശ്വതമായ സമാധാനത്തിന് കാരണമായി തീരുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഓരോ അഹമ്മദിക്കും ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹു നമുക്ക് പ്രാവർത്തികമായ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അനുഗ്രഹങ്ങൾ ഈ ജലസയിൽ വന്നുള്ള ആളുകൾ, എല്ലാ ജലസയുടെ ലോകത്തെല്ലാ ഭാഗത്തും കേൾക്കുന്ന ആളുകൾ അവരൊരു പ്രത്യേക ആവേശത്തോടു കൂടി കേൾക്കുന്നു. അവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരായി തീരട്ടെ. ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശത്തെ അത് മനസ്സിലാക്കിയ ലോകത്ത് ഇംഗ്ലാമാക്കുന്നതിനും വിപ്ലവം ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകട്ടെ. എല്ലാ ആളുകളെയും കാദിയാനിലെ പോലത്തെ മറ്റെവിടെയാണെങ്കിലും ആഫ്രിക്കയിലെ സ്ഥലത്താണെങ്കിലും ഗിനി ബസായിലുള്ള ആളുകളാണെങ്കിലും പല സ്ഥലങ്ങളിൽ നടക്കുന്ന ജലസങ്ങളാണെങ്കിലും അവിടെ പങ്കെടുത്തവരെല്ലാവരും അള്ളാഹു സംരക്ഷണത്തിലാകട്ടെ. സംരക്ഷണത്തിൽ തിരിച്ചു പോകാനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. ദുആയിൽ പ്രത്യേകമായി നിങ്ങൾ അള്ളാഹു ജമാഅത്തിന് എല്ലാ ശരീരത്തിൽ രക്ഷിക്കുന്നു ദുആ ചെയ്യുക. നമുക്ക് ശരിയായ രീതിയിൽ അള്ളാഹു നമ്മുടെ ബയ്യത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് നമ്മൾ ഇസ്ലാം ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് മാറട്ടെ. ദുആ ചെയ്യാം. आमीन. एक मिनट ज़रा एक ऐलान भी है. ഈ സമയത്ത് ജൽസകാലിരിക്കുന്ന ആളുകളുടെ എണ്ണം 2018 8 രാഷ്ട്രങ്ങളിലെ ആളുകൾ പങ്കെടുക്കുന്നു. കൂടാതെ രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ജൽസ പങ്കെടുക്കുന്നത്. അവരൊരുപാടുണ്ട്. കാദിയാനിൽ ജൽസയിൽ പങ്കെടുക്കുന്നത്. ഇതാണ് ഹാജിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട്. अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू.